നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫ്ലോറന്റിനോ പെരസ് ഇന്നലെ പത്രസമ്മേളനത്തിൽ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടിയുമായിട്ട് ബാഴ്സലോണ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ വിശദമായിട്ട് എക്സാമിൻ ചെയ്യും, എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നതാണ് പറയുന്നത്. അതായത് നിയമപരമായ നടപടികളിലേക്ക് ബാഴ്സലോണ നീങ്ങും എന്ന് തന്നെയാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. ബാഴ്സലോണ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാതെ പറയുന്നത്, ബാഴ്സലോണയുടെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ കെയർഫുള്ളായിട്ട് പെരസിൻ്റെ പ്രസ്താവനകളും അതുപോലെ ആരോപണങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ വിശദമായിട്ട് പരിശോധിക്കും, എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ് എടുക്കേണ്ടത് എന്നുള്ളത് വിലയിരുത്തും. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷനുകൾ ആവശ്യമാണെങ്കിൽ എടുക്കും. എവരി വൺ വിൽ ബി ഡ്യൂലി ഇൻഫോംഡ് ഓഫ് ദി പൊസിഷൻ ആൻഡ് ഡിസിഷൻ ദാറ്റ് വിൽ ബി ടേക്കൺ. എല്ലാവരെയും എന്ത് തീരുമാനവും എന്ത് നടപടിയുമാണ് ക്ലബ്ബ് എടുക്കുക എന്നുള്ളത് കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യും എന്നാണിപ്പോൾ ബാഴ്സലോണ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത്. ബാഴ്സ വളരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ എന്താണ് ഇപ്പോൾ അവർ ഇത്രയധികം ചൊടിപ്പിച്ചത് ഈ ഇന്നലത്തെ പെരസിൻ്റെ വാക്കുകൾ എന്ന് നോക്കാം. അതിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റഫറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാഴ്സ പണം കൊടുത്തു, നെഗ്രൈറ കേസിൻ്റെ വിഷയം അദ്ദേഹം എടുത്തിട്ടാണ്. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, തീർച്ചയായിട്ടും റയൽ മാഡ്രിഡ് സോഷ്യോസ് നെഗ്രൈറ കേസിൽ എന്നോടൊപ്പം നിന്നു. നമ്മൾ മാത്രമല്ല ആ വിഷയത്തിൽ വിക്ടിംസായിട്ട് നിന്നത്, മറ്റ് ക്ലബ്ബുകൾക്കും അതിൽ നഷ്ടം പറ്റിയിട്ടുണ്ട്. ബാഴ്സലോണയ്ക്ക് എല്ലായ്പ്പോഴും റഫറിമാരുടെ സഹായം ലഭിച്ചു. യുവേഫ ഈ വിഷയത്തിൽ ഇമ്മീഡിയറ്റ്ലി ഇടപെടണം. ഒരു ക്ലബിന് ഒരിക്കലും 20 കൊല്ലക്കാലം ഇങ്ങനെ കറപ്ഷൻ ചെയ്തു എന്നുള്ള ഒരു സംശയത്തിൻ്റെ നിഴലിൽ തുടരാൻ പറ്റില്ല, അത് സമ്മതിക്കാൻ പറ്റില്ല. ഞാൻ തീർച്ചയായിട്ടും റഫറീസ്, ബാഴ്സലോണയുടെ പണം കൊണ്ട് എൻറിച്ചഡായ തരത്തിലുള്ള റഫറീസ്, ഇപ്പോഴും കുറേ റഫറിമാർ അന്നത്തെ കാലഘട്ടത്തിലെ നെഗ്രൈറ എറയിലെ റഫറിമാർ ഇപ്പോഴും ഒഫീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെതിരെ എന്തായാലും യുവേഫക്ക് കംപ്ലൈൻറ്റ് കൊടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഓപ്പണായിട്ട് വിഷയത്തിൽ ബാഴ്സലോണക്കെതിരെ അദ്ദേഹം സംസാരിച്ചു എന്നർത്ഥം. അപ്പോൾ ഇതിലെന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇനി ബാഴ്സയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അക്യൂസേഷനാണ്, സീരിയസ് അക്യൂസേഷനാണ് ബാഴ്സലോണക്കെതിരെ ഇപ്പോൾ ഫ്ലോറന്റിനോ പെരസ് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ഈ സീസണിലെ കിരീടം പോലും റോബറിയാണ് നടന്നതെന്നാണ് അദ്ദേഹം പറയുന്നു. വി വെയർ റോബ്ഡ്. ഈ സീസണിൽ 18 പോയിൻ്റാണ് ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയത്, ലീഗ എടുത്തു മാറ്റിയത്. അത് റഫറിങ് തെറ്റായിട്ട് ജയിക്കേണ്ട കളി ജയിച്ചില്ല, പോയിൻ്റ് നഷ്ടമായി എന്നുള്ള തരത്തിലാണ് ആ സംസാരം. അപ്പം ചുരുക്കി പറഞ്ഞാൽ വലിയ രൂപത്തിലുള്ള പ്രസ്താവനകൾ തന്നെ, അക്യൂസേഷൻ തന്നെ നടത്തുന്നു. കൂടാതെ അദ്ദേഹം പറയുന്നു, ഈ സീസണിലെ ടൈറ്റിലൊന്നും കിട്ടിയില്ലെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഞാൻ 7 ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചിട്ടുള്ള ആളാണ്, 7 ലാലീഗ കിരീടങ്ങളും എൻ്റെ കാലത്ത് കിട്ടിയിട്ടുണ്ട്. അത് 7 ലാലീഗ എന്നുള്ളത് 14 ആകുമായിരുന്നു, 7 റോബ് ചെയ്യപ്പെട്ടതാണെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ വലിയ ആരോപണങ്ങൾ പെരസ് ഉന്നയിച്ചിട്ടുണ്ട്. ബാഴ്സക്ക് ഇതിനെതിരെ നടപടിയെടുത്തേ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ്. സോ ഈ 2 വമ്പൻ ക്ലബ്ബുകൾ തമ്മിലുള്ളൊരു വാറിലേക്ക് കാര്യങ്ങൾ പോകുന്നു വേണം മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.